ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആത്മാവ് രാജാവിനെ പോലെയാണ്. ആത്മാവ് സൂര്യനെ പോലെയാണ്. ആത്മാവ് വടിവും നിറവും മാലിന്യങ്ങളുമില്ലാത്ത ശുഭ്രമായ ആകാശം പോലെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരം ചെയ്യാനാണ് ആചാര്യസ്വാമികൾ നമ്മോട് ആത്മബോധം എന്ന കൃതിയിലൂടെ ഉപദേശിക്കുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനാൽ കർത്താവാണ്, എല്ലാറ്റിൻ്റെയും വന്നു ചേരുന്ന ഫലം അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭോക്താവാണ്. ഐ എ ഡൂവർ ആൻഡ് എൻ എൻജോയർ. ഈ നിലയിലാണ് ഞാൻ എന്നെ വിചാരിക്കുന്നത്. മാത്രവുമല്ല, ഒരുപാട് വൈകാരികമായ സമ്മർദ്ദങ്ങൾക്ക് ഞാൻ വിധേയനാണ്. ഭയവും ആശങ്കയും പരിഭ്രമവും ഒക്കെയുണ്ട്. സന്തോഷവും അസൂയയും ദുഃഖവും മാറി മാറി വരുന്ന വികാരങ്ങളുണ്ട്. ഇതിന്റെ പരിസരത്തിൽ ആത്മാവിന്റെ സ്വച്ഛത, ആത്മാവിന്റെ ലേപനമില്ലായ്മ ഇങ്ങനെ മനസ്സിലാക്കാം. ഭഗവത്പാദർ 22-ാമത്തെ ശ്ലോകത്തിൽ ഗംഭീരമായ ഒരു ദൃഷ്ടാന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മോട് പറയുന്നു: അജ്ഞാനാൻ മാനസോപാധേഹേ കർത്തൃത്വാധീനി ചാത്മനി കൽപ്യന്തേ അംബുഗതേ ചന്ദ്രേ ചലനാദി യഥാംഭസഃ. അംബുഗതേ ചന്ദ്രേ, ജലത്തിൽ വീണുപോയ ഒരു ചന്ദ്രനെ കുറിച്ച് ഭാവിക്കൂ. ആകാശത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ള ഉദാസീനതയും ഒരു വശത്ത്, മറുവശത്ത് താഴെ ഒരു ബക്കറ്റിലെ ജലത്തിൽ പ്രതിഫലിതമായ ചന്ദ്രൻ. ആ ചന്ദ്രന് പേര് അംബുഗതേ ചന്ദ്രേ. അംബുഗതമായ വെള്ളത്തിൽ പ്രവേശിച്ച ചന്ദ്രൻ. ഈ ചന്ദ്രന്റെ ഒരു അവസ്ഥ എന്താണ്? യഥാ അംഭസഹ ചലനാദി. അംഭസഹ, വെള്ളത്തിന്റെ ചലനം ഈ ചന്ദ്രനെ ബാധിക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കിക്കഴിഞ്ഞാൽ ചന്ദ്രബിംബം, ജലഗത ചന്ദ്രബിംബം ആകെ തകർന്നു പൊടിയും. പക്ഷേ മുകളിൽ പരിലസിക്കുന്ന ചന്ദ്രന് യാതൊരു ദോഷവും ഇതുകൊണ്ട് സംഭവിക്കുന്നില്ല. ഇതുപോലെ അജ്ഞാനാത്, അറിവില്ലായ്മ കാരണം, മാനസോപാധേഹേ, മനസ്സ് മുതലായ ഉപാധികളുടേതാണ് കർത്തൃത്വാദീനി, കർത്തൃത്വം, ഭോക്തൃത്വം, ഡൂവർഷിപ്പും എൻജോയർഷിപ്പും മറ്റെല്ലാ വികാരങ്ങളും, ഭയവും ആശങ്കയും പരിഭ്രമവും, മറുവശത്ത് സന്തോഷവും ദയയും അനുഭൂതിയും എല്ലാം, സകല വികാരങ്ങളും സകല അഭിമാനങ്ങളും മനസ്സിൻ്റെതാണ്. മാനസ ഉപാധേഹേ, മനസ്സെന്ന ഉപാധിയുടേതാണ്, അന്ധക്കരണത്തിൻ്റെതാണ്. ഈ അന്ധക്കരണത്തിൻ്റെ ഭാവങ്ങൾ ആത്മാവിൽ നാം കൽപ്പിച്ചു പോകുന്നു. ഏതുപോലെ? വെള്ളത്തിൽ പ്രതിഫലിതമായ ചന്ദ്രനിൽ വെള്ളത്തിന്റെ ദോഷങ്ങൾ ആരോപിച്ചു കാണുന്നത് പോലെ. പക്ഷേ ചന്ദ്രന് ദോഷം ഉണ്ടാവുന്നില്ല. വെള്ളത്തിന്റെ കലക്കം നിന്നാൽ, അനക്കം നിന്നു കഴിഞ്ഞാൽ ചന്ദ്രബിംബം യാതൊരു പ്രയത്നവുമില്ലാതെ യോജിക്കുന്നതും കാണാം. ഇതുപോലെ ഞാൻ എത്രയൊക്കെ ലോകത്തിൽ വ്യവഹരിക്കുമ്പോഴും എൻ്റെ ആത്മാവിന് യാതൊരു ബാധയും ഏൽക്കുന്നില്ല. ബക്കറ്റിലെ ജലത്തിൽ പ്രതിഫലിച്ചു പോയ ചന്ദ്രനെ പോലെ എൻ്റെ ആത്മാവ് എനിക്കിപ്പോൾ കർത്താവായും ഭോക്താവായും ഒക്കെ തോന്നുന്നു എന്നേ ഉള്ളൂ. അജ്ഞാനാൻ മാനസോപാധേഹേ കർത്തൃത്വാദീനി ചാത്മനി കൽപ്യന്തേ. കർത്തൃത്വാദികൾ ആത്മാവിൽ കൽപ്പിക്കപ്പെടുന്നതാണ്. അംബുഗതേ ചന്ദ്രേ, വെള്ളത്തിലെ ചന്ദ്രനിൽ, ചലനാദി യഥാംഭസഃ, ജലത്തിന്റെ ചലനം മുതലായവ കൽപ്പിക്കുന്നത് പോലെ. ഇതുപോലെ കർത്തൃത്വങ്ങളിൽ നിന്നൊക്കെ വിട്ട് ആത്മാവിന്റെ ഭാവം നമുക്ക് അറിയാൻ സാധിക്കട്ടെ. ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെ പോലെ നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയാൻ സാധിക്കട്ടെ.